ദാഹിക്കുന്നവന്റെ മേൽ ഈ ആത്മാവ് ആഞ്ഞടിക്കും. അപ്പൊ അതുകൊണ്ട് ആത്മാവ് ആഞ്ഞടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, സകല ബന്ധനങ്ങളും പൊട്ടും. അതുകൊണ്ട് പിശാചിനെതിരെ ഏറ്റവും ശക്തമായ ആയുധം പരിശുദ്ധാത്മാഭിഷേകമാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിയുടെ മേൽ വലിയ മാറ്റം ഉണ്ടാവും. എന്നോട് കഴിഞ്ഞ പ്രാവശ്യത്തെ ധ്യാനം കൂടിയ ഒരു അമ്മ എനിക്ക് ഒരു കത്ത് കൊടുത്തു വിട്ടു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ 6 പേരാണ് ഞങ്ങൾ ധ്യാനത്തിന് ബുക്ക് ചെയ്തത്, പക്ഷേ 5 പേരും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് കൂട്ടിന് വേണ്ടി ആരെ വിളിക്കുന്നു നോക്കി, വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത, പള്ളിയിലൊന്നും വലിയ പ്രാർത്ഥനയ്ക്കൊന്നും കാണാത്ത ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞാൻ വരത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഞാൻ ചോദിച്ചു, നീ വരുന്നോ? ഞാൻ ഇങ്ങനെ പോവാണ് ധ്യാനത്തിന്. അവള് പറഞ്ഞു, ഞാൻ ഇവിടെ ഇങ്ങനെ മൊരഞ്ഞ് മടുത്തിരിക്കുകയാണ്, ഞാനും വരാന്ന് പറഞ്ഞു. അവിടെ കുഴപ്പമില്ല, നിനക്ക് നീ അവിടെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നൊക്കെ 5 ദിവസം എന്റെ കൂട്ടി ഇരുന്നാ മതി, കൂട്ടിന് വന്നാ മതി. അങ്ങനെ വന്നതാ ഇപ്പം കൊച്ചു. അവൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ അമ്മ എനിക്ക് എഴുതി അയച്ചിരിക്കുന്നു, അച്ഛാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് എന്നെക്കാളും മാറ്റം വന്നത് ആ പെൺകുട്ടിക്കാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ സന്ധ്യയില് അവളെ ദൈവാത്മാവ് മേൽകീഴ് മറിച്ചു. അവള് പോകുന്ന വഴിക്കെല്ലാം കണ്ണുനീരോടെ യേശുവിനെ ആരാധിച്ചുകൊണ്ട് പോകുന്നതെല്ലാം പറയൂ, ഞാൻ വന്നില്ല, നഷ്ടം, ദൈവമേ എന്റെ കർത്താവ് തൊട്ടു. ഒരഗ്നി ഇറങ്ങണം പ്രിയപ്പെട്ടവരെ, ഒരഗ്നി ഇറങ്ങണം. നമുക്ക് വേറെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷനും നമ്മൾ വെക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾക്കിനി വേറെ മറ്റൊരു കാര്യവും നമ്മൾ പറയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ അഗ്നി നമ്മുടെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക.